പ്രൈസ് ദി ലോർഡ്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മളിൽ നൽകുന്നത്. ഇത് ഫിലിപ്പിയ ലേഖനം 2:13 ഒരു വാക്യമാണ്. ഓരോ വ്യക്തിയെയും ലോകത്തിൽ ദൈവമാക്കിയിരിക്കുന്നത് പ്രവർത്തിപ്പാനും പ്രവൃത്തി ചെയ്യുവാനും ചിന്തിക്കുവാനുള്ള കഴിവിനോടുകൂടെയാണ്. പലരും അത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. നമുക്ക് യാത്ര ചെയ്യുവാനുള്ള ആരോഗ്യം, ചിന്തിപ്പാനുള്ള ആരോഗ്യം, നമുക്ക് പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ്, ഇതെല്ലാം സ്വയമേവ നമുക്ക് ലഭിക്കുന്നുവെന്ന് അനുമാനിക്കുന്ന അനേകരും പെട്ടെന്ന് ഭയപ്പെടും അവൻ രോഗിയായി തീരുമ്പോൾ. അപ്പോൾ രോഗാവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഓടിയെത്തും. നാം നല്ല നിലയിൽ ചിന്തിപ്പാനുള്ള തലച്ചോറ്, നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള ലങ്സിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ രക്തം എല്ലാ സിരകളിലേക്കും ഓടിയെത്തുന്ന അനുഭവം, ഇങ്ങനെ വിവിധ നിലകളിൽ ദൈവം തൻ്റെ സൃഷ്ടിക്ക് നൽകുന്ന മഹത്തരമായ അനുഭവങ്ങൾ യഥാർത്ഥമായി പ്രാപിക്കുവാൻ കഴിയുന്ന വ്യക്തികളാണ് മനുഷ്യൻ. ഒരു നന്മ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോൾ, ദൈവമേ നീ ഇത് എനിക്ക് നൽകിയ ദാനം ആണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വ്യക്തി ജീവിതത്തെയാണ് ദൈവം അനുഗ്രഹിക്കുകയും അവരെ നടത്തുകയും ചെയ്യും. ഈ വചനം പലപ്പോഴും ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നുള്ളത് ദൈവമാണ് നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവെന്ന ആ ദൈവത്തിൻ്റെ പ്രവർത്തനം മൂലമാണ്. വെറുതെ ഒരാൾ നടന്നു പോകുന്നു, വെറുതെ ഒരാൾ കാര്യങ്ങൾ ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭൗതികവാദികൾ ഉണ്ടായെന്ന് വന്നേക്കാം. തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള പ്രമാണക്കാർ ലോകത്തിൽ അനവധിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവത്തെ അറിയുന്ന ഒരു ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ദൈവമേ ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും ഉള്ള ആ ശക്തി നീ ആണ് എനിക്ക് നൽകുന്നത്. ആ കർത്താവിനെ ദൈവമായി അംഗീകരിച്ച്, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് ജീവിപ്പാൻ ഈ വചനങ്ങൾ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.